നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് 12-ാമത്തെ വയസ്സിൽ യോസേഫിനോടും മറിയയോടും ഒപ്പം യെരുശലേം ദേവാലയത്തിൽ പെസഹായ്ക്ക് വേണ്ടി കടന്നു പോകുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, പതിവ് പോലെ അവർ പെസഹായ്ക്ക് വേണ്ടി കടന്നുപോയി എന്നാണ് രേഖപ്പെടുത്തുന്നത്. അത് തന്നെ അർത്ഥമാക്കുന്നത് ഇതിനു മുൻപും അല്ലെങ്കിൽ അതിനു ശേഷവും പെസഹായ്ക്ക് വേണ്ടി കടന്നു ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ 12-ാം വയസ്സിലെ യേശു കർത്താവിന്റെ ഈ യെരുശലേം ദേവാലയ സന്ദർശനം എന്തുകൊണ്ട് ഇത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു, എന്തുകൊണ്ട് സുവിശേഷം രചിച്ച ലൂക്കോസ് അത് രേഖപ്പെടുത്തുന്നു, അത് നാം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒന്ന് ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 12-ാമത്തെ വയസ്സിലാണ് മറിയയ്ക്കും യോസേഫിനും യേശു കർത്താവിനെ നഷ്ടമാകുന്നത്. ഒരു മകനെ നഷ്ടപ്പെടുക, മകളെ നഷ്ടപ്പെടുക അപ്പനമ്മമാർക്ക് താങ്ങാനാവാത്ത വേദനയാണ്. അതനുഭവിച്ച ഗോത്രപിതാവായ യാക്കോബ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ 34-35 വാക്യങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബ് യോസേഫ് നഷ്ടമായി എന്ന്, തന്റെ മകനായ യോസേഫിനെ നഷ്ടമായി എന്നറിയുമ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. യാക്കോബ് വസ്ത്രം കീറി അരയിൽ രക്തശീല ചുറ്റി ഏറിയ നാൾ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചു കൊണ്ടിരുന്നു. അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ, ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവന്റെ അപ്പൻ അവനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ആ കണ്ണുനീര് തോരുന്നില്ല, ആ വേദന മാറുന്നില്ല. മകനെ ചൊല്ലിയുള്ള ആ വേദന ജീവിതത്തിലുടനീളം ആ മനുഷ്യനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെയും എന്നാൽ അതിന് സമാനമായി തന്നെ പറയുവാനായിട്ട് കഴിയുന്ന ഒരു പശ്ചാത്തലം. യോസേഫിനും മറിയായ്ക്കും തന്റെ മകൻ 12-ാമത്തെ വയസ്സിൽ നഷ്ടമാകുന്നു. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചറിയുന്നത് യേശു തങ്ങളുടെ ഒപ്പം ഇല്ല എന്ന്. ബാലനായ യേശുവിനെ ഒപ്പമുള്ളവരുടെ ഇടയിൽ അവർ തിരയുന്നുണ്ട്. ബന്ധുക്കളുടെ ഇടയിലും ചാർച്ചക്കാരുടെ ഇടയിലും തിരയുന്നുണ്ട്. അവിടെയും യേശുവിനെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. ഒടുവിൽ 3 ദിവസം കഴിഞ്ഞ ശേഷം യെരുശലേം ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നവനായിട്ടാണ് യേശുവിനെ അവർ കണ്ടെത്തുന്നത്. ഞാൻ പറയുവാനായിട്ട് നിങ്ങളോട് ആഗ്രഹിക്കുന്നത്, പ്രിയമുള്ളവരെ, ഇതൊരു പക്ഷേ നമ്മുടെ ജീവിതങ്ങളെ തിരിച്ചു പിടിക്കുവാനായിട്ട് കഴിയുന്ന ഒരു സന്ദേശമായിരിക്കാം. ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുവാനായി ദൈവം നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുവാൻ 1-ാമത്തെ ദിവസം കുഞ്ഞിനെ നഷ്ടമായി എന്ന് തിരിച്ചറിയുമ്പോൾ തിരയുന്നത് ബന്ധുക്കളുടെയും ചാർച്ചക്കാരുടെയും ഇടയിലാണ്. അവിടെ എങ്ങും ഈ കുഞ്ഞിനെ, 12 വയസ്സുകാരൻ യേശുവിനെ കണ്ടെത്തുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ഇന്നും അനേകർ തങ്ങളുടെ മക്കളെ നഷ്ടപ്പെട്ടിട്ട് തെറ്റായ മാർഗത്തിൽ, തെറ്റായ വഴികളിൽ ചരിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ ഒപ്പമുണ്ട്. പക്ഷെ അവരെ സ്വന്തമായി ചേർത്തു പിടിക്കുവാൻ കഴിയാത്ത വിധം പലവിധ ബന്ധങ്ങളിലും തിന്മകളിലും തെറ്റുകളിലും ഒക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ തിരിച്ചു പിടിക്കുവാൻ കഴിയാതെ ബന്ധുക്കളോടും പ്രിയപ്പെട്ടവരോടും ഒക്കെ സങ്കടം പറഞ്ഞ് കരഞ്ഞുകൊണ്ടേ നടക്കുന്ന അപ്പന്മാരെ, അമ്മമാരെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ അത്തരത്തിലുള്ള സംഭവങ്ങളോ അനുഭവങ്ങളോ ഉണ്ടായേക്കാം. എന്നാൽ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവസന്നിധിയിലേക്ക് വന്ന് അവിടെ നമ്മുടെ തലമുറയെ കണ്ടെത്തുവാനായിട്ട് നാം ശ്രമിച്ചാൽ കണ്ടെത്തുവാനായി നമുക്ക് സാധിക്കും. കർത്താവിനെ നഷ്ടപ്പെട്ടു പോയ, 12 വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ യേശുവിനെ ആ യോസേഫും മറിയയും കണ്ടെത്തുന്നത് ദൈവാലയത്തിലാണ്, ദൈവത്തിന്റെ ആലയത്തിലാണ്. എന്താണ് ദൈവാലയം? ദൈവം വസിക്കുന്ന ഇടമാണ്. ദൈവത്തിന്റെ കണ്ണിൽ മറഞ്ഞിരിക്കുന്നതായിട്ടൊന്നുമില്ല. കർത്താവിൽ നമുക്ക് എല്ലാത്തിനെയും തിരിച്ചു പിടിക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷം അത് നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. യേശു കർത്താവ് തന്നെ പിന്നെ പഠിപ്പിക്കുന്ന ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിലെ ആ കഥകൾ. 100 ആടുള്ള ഇടയന് ഒരു ആട്ടിൻകുട്ടി നഷ്ടമാകുന്നു. തേടി അതിനെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്നു, നഷ്ടമായതിനെ കണ്ടെത്തുന്നു. 10 ദ്രഹ്മയുള്ള സ്ത്രീ, 1 ദ്രഹ്മ നഷ്ടമാകുന്നു. തേടി അതിനെ ഭവനത്തിൽ അന്വേഷിക്കുമ്പോൾ അതിനെ തിരിച്ചു പിടിക്കുന്നു, കണ്ടെത്തുന്നു. 2 മക്കളുള്ള അപ്പൻ, ഇളയവൻ എല്ലാം ലഭിക്കേണ്ടുന്നത് സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് വഴിതെറ്റിയ ജീവിതം നയിച്ച് തിന്മയിൽ അവന്റെ ജീവിതത്തെ നയിച്ച് അവന് ബോധിച്ച വണ്ണം നടക്കുന്നു. എന്നാൽ അപ്പന്റെ ക്ഷമയോടുള്ള കാത്തിരിപ്പ്,
മകന്റെ മേൽ ദൈവം പകർന്ന സുബോധത്തിന്റെ ആത്മാവ് അവനെ മടക്കി വരുത്തുന്നു. നഷ്ടമായി പോയ മകൻ തിരിച്ചു വരുന്നു. നഷ്ടം നികത്തപ്പെടുന്നു. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നത് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്താണോ നഷ്ടപ്പെട്ടത്, മകനാകട്ടെ, മകളാകട്ടെ, ജീവിത പങ്കാളിയാകട്ടെ, അപ്പനമ്മയാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ഏത് നാം മൂല്യം കൊടുക്കുന്ന, വില കൽപ്പിക്കുന്ന ഏത് ബന്ധവുമായിക്കോട്ടെ, കർത്താവിൽ, ദൈവത്തിൽ അത് തിരിച്ചു പിടിക്കുവാനായി നമുക്ക് സാധിക്കും. അഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ബോധിച്ച പോലെ ജീവിതം നയിച്ച, തോന്നിയ വാസിയായി ജീവിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു. അവന്റെ അമ്മയ്ക്ക് അവനെക്കുറിച്ച് വളരെയധികം ഭാരമുണ്ടായിരുന്നു. മോണിക്ക എന്നാണ് ആ സ്ത്രീയുടെ പേർ. തന്റെ ദൈവാലയത്തിലെ പുരോഹിതനോട് ചെന്ന് മകനെക്കുറിച്ചുള്ള സങ്കടം പറയുമ്പോൾ അന്നത്തെ പുരോഹിതനായ അംബ്രോസ് എന്ന പുരോഹിതൻ ഈ അമ്മയെ ശക്തിപ്പെടുത്തി പറഞ്ഞ ഒരു വാക്കുണ്ട്: കണ്ണുനീരിന്റെ മക്കൾ നശിക്കത്തില്ല. ഈ വാക്കിൽ ഊർജം സംഭരിച്ചുകൊണ്ട് ആ മാതാവ് ദൈവാലയത്തിലും ഭവനത്തിലും ദിനരാത്രങ്ങൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അതൊന്നും രണ്ടും ദിവസങ്ങളല്ല, ചില മാസങ്ങളല്ല, നീണ്ട 18 വർഷങ്ങൾ. ഒടുവിൽ ഈ മകനെ ദൈവമകനായി, ദൈവ ഇഷ്ടം ചെയ്യുന്ന മകനായി ആ അമ്മയ്ക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. ആ മനുഷ്യനാണ് ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ അഗസ്റ്റിൻ എന്ന മനുഷ്യൻ. ആ മകന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച അമ്മ ആ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ അവളും വിശുദ്ധീകരിക്കപ്പെടുകയാണ്. മോണിക്ക എന്ന വിശുദ്ധ. ആ അമ്മയ്ക്ക് നല്ല ഉപദേശം ദൈവഹിത പ്രകാരം പറഞ്ഞു കൊടുത്ത ആ പുരോഹിതൻ അംബ്രോസ് എന്ന സഭാ ബിഷപ്പാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ തലമുറകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ തെറ്റായ വഴികളിൽ ചരിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കാം. മദ്യപാനത്തിന്റെ ആസക്തികളിലോ, ലഹരി ആസക്തികളിലോ, മറ്റ് വിവിധ തലങ്ങളിൽ വഴിവിട്ട ജീവിതങ്ങളിലോ, ദൈവസന്നിധിയിൽ നിന്നും മാനുഷിക മൂല്യങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നവരായിരിക്കാം, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. വ്യക്തികളിലൂടെ ഉപദേശിച്ചാലും മറ്റിതര നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവിധ തലങ്ങളിലൂടെ അവരെ സ്വാധീനിക്കുവാനും തിരിച്ചു പിടിക്കുവാനും ശ്രമിച്ചാലും അത് വിജയകരമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ വന്ന് ഒന്ന് സറണ്ടർ ആയാൽ, വിനയപ്പെട്ടാൽ, ആ ദൈവത്തിലൂടെ തിരിച്ചു പിടിക്കുവാനായിട്ട് നാം ശ്രമിച്ചാൽ ദൈവം അതിനുള്ള വഴിയും വാതിലും തുറന്നു തരും. തീർച്ചയാണ്. അതുകൊണ്ടാണ് കർത്താവ് തന്റെ അന്ത്യനിമിഷങ്ങളിലേക്ക് നീങ്ങുമ്പോഴും ഇപ്രകാരം മൊഴിഞ്ഞത്: യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറയെ ഓർത്ത് ദൈവസന്നദ്ധിയിൽ നിലവിളിക്കുവാനുള്ള ഒരു പ്രത്യേക ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിക്കുന്നുണ്ട്. അത് മറക്കരുതേ. നാം ഇന്ന് ഈ ലോകത്തിൽ സുഖങ്ങളിൽ, ആനന്ദങ്ങളിൽ മതിമറന്നു ജീവിച്ചാൽ നാളെ നാം പലതിനെ ചൊല്ലി, പ്രത്യേകിച്ച് തലമുറയെ ചൊല്ലി വിലപിച്ച് കരയേണ്ടി വരുന്ന ഒരു കാലം അത് വിദൂരമല്ല എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇന്ന് ദൈവസന്നദ്ധിയിൽ നമ്മുടെ തലമുറകളെ കണ്ടെത്തി നിലനിർത്തി നമ്മുടെ ജീവിതങ്ങളെ നയിച്ചാൽ നമ്മുടെ തലമുറകൾ, നമ്മുടെ മക്കൾ അത് അനുഗ്രഹമായിരിക്കും. യാതൊരു സംശയമില്ല. തമ്പുരാനെ 12ാമത്തെ വയസ്സിൽ ഈ മാതാപിതാക്കൾ തിരിച്ചു പിടിക്കുന്നത് ദൈവാലയത്തിലാണ്, ദൈവം വസിക്കുന്ന ഇടത്താണ്. നമ്മുടെ തലമുറകളെ ദൈവസന്നദ്ധിയിൽ, ദൈവ ആലയത്തിൽ, ദൈവത്തിന്റെ ദിവ്യമായ സാന്നിധ്യമുള്ള ഇടത്ത് അവിടെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നഷ്ടമാകില്ല. ആമേൻ.